സംഭവം നമ്മൾ ഇതില്ലേ ഈ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു 3 സംഭവം കിട്ടി. അതിന് അമ്മേ അമ്മേ ഇത് വല്ല ബിരിയാണി കിട്ടിയ ഒരു ആക്രാന്തത്തോടെ തിന്നണ്. നോക്ക് പിടിച്ച് നോക്ക്. ഇവിടൊക്കെ പൊള്ളി തോന്നണ്. മറ്റേ ജോളോ ചിപ്സും ഇതൊക്കെ ഏകദേശം എരിവുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഹൈ റേഞ്ച് കുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചലഞ്ചാണ്. എന്റെ ചലഞ്ചാ നൂഡിൽസ്. തമ്മില് കണ്ട പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ നൂഡിൽസ് അതാണ് നമ്മുടെ ഇതിന്റെ മുന്നിൽ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് ഭയങ്കര എരിവാണെന്നാണ് പല ഇതിനകത്ത് എല്ലാത്തിനകത്തും അങ്ങനെയാണ്. പപ്പായ്ക്ക് പേടിയുണ്ടോ കഴിക്കാൻ? ഞാനിത് കഴിച്ചു നോക്കട്ടെ. നിനക്കോ? സിമ്പിൾ അല്ലേ ഇതൊക്കെ? കാരണം ജോളോ ചിപ്സ് കഴിച്ചാൽ നമുക്കാണോ ഇത്? ഒരു മിനിറ്റ്, നമുക്ക് എല്ലാവർക്കും ഒരു 3 പേര് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ചലഞ്ചില് കാരണം എന്നാ പറഞ്ഞതറിയോ, ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ചെയ്തു. അപ്പൊ അതിനകത്ത് നമ്മുടെ കമന്റിൽ ഓരോരുത്തർ പറഞ്ഞു ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, 3 പേര് ഒരുമിച്ച് കഴിക്കണം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആരാണ് പിടിച്ചിരിക്കുന്നത് അതാണ് വിജയ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാളും ചലഞ്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് ഈ സംഭവം നമ്മൾ ഇതില്ലേ ഈ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു 3 സംഭവം കിട്ടി. അതായത് നമ്മൾ പൊതുവെ നൂഡിൽസിന്റെ പാക്കറ്റിൽ വെച്ച ഒരു മസാലക്കൂട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളറിൽ ഒന്നുണ്ടായിരുന്നു. ഫുള്ള് റെഡ് കളർ ആയിരുന്നു ഒഴിച്ചപ്പോ കണ്ടിരുന്നത്. പിന്നെ എക്സ്ട്രാ മസാലക്കൂട്ടും ഉണ്ടായിരുന്നു. ഒരു മസാലക്കൂട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൂഡിൽസ് എന്ന് പറയുന്നത് സാധാരണ നൂഡിൽസിനേക്കാൾ വലിപ്പം കൂടുതലുണ്ട്. നല്ല തടുപ്പ് അല്ലേ? അപ്പം നമ്മൾ നൂഡിൽസ് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ജ്യൂസ് ഉണ്ട്, നല്ല ഫ്രഷ്. അതായത് ഞാൻ രാവിലെ ഓറഞ്ച് മരത്തുനിന്ന് കയറി പറിച്ച ജ്യൂസാണ്. അല്ല ഇതാട്ടോ ഓറഞ്ച് ആ ഓറഞ്ച് കൊണ്ടുള്ള ഫ്രഷ് ജ്യൂസ്, പിന്നെ ലഡു, പിന്നെ വെള്ളമുണ്ട്. തണുത്ത വെള്ളം. അതെ, നമുക്ക് നേരെ ചലഞ്ചിലേക്ക് ആദ്യം നിങ്ങൾ തുടങ്ങിക്കും, അത് കഴിഞ്ഞ് ഞാൻ തുടങ്ങിക്കോളാം. ആ പപ്പ തന്നെ കഴിക്കുന്നു. കടിച്ചു മടുക്കുമല്ലോ. ഇത് എന്നാ മുതുക്കം പോത്തിനാ തിന്നുന്ന പോലെ. ഞാനൂടെ കഴിക്കാം കേട്ടോ. ഒരു സ്പൂൺ എടുത്തപ്പോ കിട്ടാൻ കുറച്ച് പാടുണ്ടേ. ആണോ? ഞാനും കൂടെ കഴിക്കുന്നു. ഇങ്ങനെ എടുക്കുകയാണെ വലിയ പാടില്ല, കുറേശ്ശേ കിട്ടുള്ളൂന്നോ. പപ്പായം അയ്യോ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഓ ഒരു ഇത് തോന്നില്ലേ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? വലിയ കുഴപ്പം. അയ്യോ എന്നാ എങ്ങനെയാന്നറിയത്തില്ല, ഒരു ഏതാണ്ട് പോലെ ഉണ്ട് കേട്ടോ. ആണെങ്കിൽ ഇപ്പം തരാം. ഇത് ഇവരെല്ലാം പൂച്ചയുടെ കൂട്ട് പമ്മിയിരിക്കുക. ഒരു തിന്നടേ. അതെ, ഇത് മാത്രം ഒരു സംഭവം. കുടിക്കരുത്. അയ്യടാ അയ്യോ, ഇത് അകത്തോട്ട് എരിയുന്നുണ്ട് കേട്ടോ. അകത്തോട്ട് എരിയുന്നുണ്ട്. ഇതന്നെ കൈ അങ്ങനെ വെള്ളം തന്നെ പപ്പ വീണ്ടും ചൂടേന ശാന്തി. അപ്പൊ ആരും ഇതുവരെ തോറ്റിട്ടില്ല, ആരും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ വന്നു ജ്യൂസോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പപ്പ എപ്പോഴും മൽപ്പെടുത്തോ കേട്ടോ. അമ്മ ചുണ്ടരിന്ന് ലിപ്സ്റ്റിക് ഒക്കെ പോലെ തുടങ്ങി. പക്ഷെ എനിക്ക് എന്താ അറിയത്തില്ല, നേരെ നോക്കി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് ജോളോ ചിപ്സ് കഴിച്ച അത്ര ഉണ്ടോ ഇപ്പം? ഇല്ല. നല്ല എരിവുണ്ട്. ആണോ? നോക്കട്ടെ. നീ തോറ്റു കേട്ടോ. ഞാൻ തോൽവി അക്സെപ്റ്റ് ചെയ്തു. മനസ്സിലാക്കപ്പോൾ അമ്മേ ഇത് വല്ല ബിരിയാണി കിട്ടിയ ഒരു ആക്രാന്തത്തോടെ തിന്നണ്. ചെറിയേട്ടത് ബിരിയാണി അല്ല, വിചാരിച്ച പോലല്ല. നല്ല എരിവാണേ. ഞാനല്ല
ഞാൻ തോറ്റു. തോറ്റു. ഒരു കത്തി എടുത്തോട്ടോ. ഇതിനെ മൂക്കൊക്കെ ചുമന്നിരിക്കുന്ന ചുണ്ടൊക്കെ മൂക്കൊണ്ട് പപ്പ വിടുന്നില്ല കേട്ടോ. എനിക്ക് വന്നു പപ്പായ്ക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പപ്പായ്ക്ക്. എടുത്ത് തിന്നേ. ചുമ്മാ ഇരുന്നോണ്ടോ. കഴിഞ്ഞ പ്രാവശ്യേ ഈ തിന്നില്ലെന്ന് ഒക്കെ ആരോ പറഞ്ഞില്ലേ? അതെ, അവരൊന്ന് കണ്ടോട്ടെ. അമ്മേ തിന്നണോക്കെ. ഞങ്ങൾ ഇതുവരെ ലഡുവോ ജ്യൂസോ ഒന്നും കുടിച്ചിട്ടില്ല. അത് കുടിച്ചില്ലല്ലോ. ഇതിന്റെ രുചി എന്താണെന്ന് നിങ്ങൾക്കും അറിയണ്ടേ? ഇത് കുടിക്കാൻ പറ്റിപ്പോ? നോക്ക് പിടിച്ചിരിക്കും നോക്ക്. അത് ഇവിടൊക്കെ പൊള്ളി തോന്നണ്. മറ്റേ ജോളോ ചിപ്സും ഇതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഉമ്മൻ്റെ തിന്നുകയാണെങ്കിൽ എരിവുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. ജോളോ ചിപ്സും ഇതും നല്ല എരിവുള്ള സാധനം തന്നെയാണ്. എനിക്ക് നല്ല എരിവുണ്ട്. വായിക്കൂടെയും കണ്ണിക്കൂടെയും വെള്ളം വരും. കോമഡി അടിക്കുന്നത്. എന്നാലും എനിക്ക് വീണ്ടും അയ്യോ, അതാ പറഞ്ഞ കത്തി വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് തീർക്കണോടാ. ഇത് അമ്മേ പപ്പ ശ്രീയാട്ടും കൂടെ തീർത്തു. തീർത്തില്ല നിനക്കുള്ള ഉണ്ട്. ഞാനല്ല നീ ഇതൂടെ തിന്നെ. ഇല്ലല്ല ഞാനല്ല കേട്ടോ. അമ്മേ പപ്പ വീണ്ടും പപ്പ ജയിക്കാൻ പോവാണ് ഗൈസ്. ഒടുക്കത്തെ തീറ്റയാണ് ഗൈസ്. ഒരുപാട് ദിവസം പട്ടിണി കിടന്ന ഒരാളെ മുന്നിൽ ബിരിയാണി കൊണ്ടുവന്ന അവസ്ഥയാണ് ഇപ്പോൾ പപ്പയിൽ കാണുന്നത്. ഒടുക്കത്തെ തീറ്റയാണ്. ഉച്ചയ്ക്ക് ചോറൊക്കെ ഞാൻ കൊടുത്താണ്. ഇത് കൂടെ ഒക്കെ ഒരു എരിവുണ്ട്. മൊത്തത്തിൽ എരിവുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ സഹിക്കാൻ പറ്റാത്തത് എനിക്കറിയത്തില്ല. ബുദ്ധിമുട്ട് എരിവുണ്ടോ ചോദിച്ചോണ്ട് അത് ഇവിടേക്കും ശ്രീയണ്ണ നാവുന്ന് ഉമ്മിനീരം കൊറ്റിച്ചാടുന്നു. നോക്ക് ഗൈസ്, എന്നെ കണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കേട്ടോ, ഏ ഇത് വെച്ചു പോകുന്ന നാണക്കേടാ. ഇത്ര അല്ലേ ചലഞ്ച് മൊത്തം അക്സെപ്റ്റ് ചെയ്യാൻ മൊത്തം തീർക്കണം അല്ലേ? മൊത്തം തീർക്കണം. അപ്പായ പിടി വെപ്പാ. അമ്മ പ്ലേറ്റ് കാലിയാവാൻ തുടങ്ങി ഗൈസ്. ഇവര് വെറും മുളക് നിന്ന് ജീവിച്ചവരാണെന്ന് എനിക്ക് തോന്നണത്. അമ്മീ പപ്പ ദൈവമേ, പപ്പ എന്ത് ഭാവിച്ച പപ്പ ശ്രീയാടനും അമ്മീ രണ്ടും കൂടെ തീർത്തു. അമ്മീ ചേട്ടാ പായസം കുടിക്കണ പോലെ നൂഡിൽസ് തിന്നണേ. അമ്മീ അയ്യോ അഭിനയ സിംഹമേ. അഭിനയ സിംഹം 2 എണ്ണം. അവിടെ ഒരാൾക്ക് തുടങ്ങിയേ എരിയല്. അല്ല നാ ഒന്ന് വെള്ളം. അതാ പോണ വെള്ളം. അല്ല ഇത്ര വെള്ളം കുടിച്ചാലോ ഇനി? ഇത് എനിക്ക് വയ്യ. ഇനി ഇത് കുടിക്കാം. പിന്നെ വെച്ച് വെക്കാൻ ആരെങ്കിലും ഉണ്ട് ഇന്നത്തെ ദിവസം വെള്ളം കുടിക്കുകയല്ലേ ഞാൻ. അപ്പൊ ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? വയറിന്റെ ഉള്ളിൽ ഒരു എരിച്ചില്, പുകച്ചില്, കടച്ചില്, വേദന. അപ്പൊ ആരാ അപ്പൊ കുടിക്കാത്ത നീയാണോ പിന്നെ? ഞാൻ വിൻ ചെയ്തിരിക്കുന്നു. വെള്ളം കുടിച്ചു. ഇവരൗട്ട്. ഇവര് വെള്ളം കുടിച്ചു. ഞാൻ ഇവർ രണ്ടുപേരും വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ വെള്ളം കുടിക്കണം കേട്ടോ. കണ്ടോ ഇവർ രണ്ടുപേരും വെള്ളം കുടിച്ചിട്ട്. എനിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ 2 എണ്ണത്തിൽ നിർത്തിയ എന്റെ ഭാഗ്യം. എനിക്കുണ്ടല്ലോ ഇപ്പോഴും വെള്ളം വീഴുക. എരിവുണ്ട്, നല്ല എരിവുണ്ട്. പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ലഡു കഴിക്കുക. വെള്ളം കുടിച്ചേട്ടോ. അപ്പൊ ഗൈസ് നിങ്ങളും മിണ്ടാനുള്ള കഴിവൊക്കെ തീർന്നു. അതെ വയ്യ കേട്ടോ. പറ്റുന്നില്ല. നിങ്ങള് ഒന്ന് എന്നാ പറയാ, എന്നാ ഞാൻ പറയണ്ടേ, ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഞങ്ങളെ കട്ടാക്കോ മേല പറഞ്ഞ മേല എല്ലാം ടാറ്റാ ഗൈസ്. ടാറ്റാ.